സോ ഹേയ് ഗൈസ്, എല്ലാവർക്കും ട്രിപ്പെക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഫുട്ബോൾ 26 അപ്ഡേറ്റിന് ശേഷം അവന്മാർ വൃത്തിക്ക് മൂഞ്ചിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ മാച്ചപ്പ്, രണ്ട് ഡിഫൻസ് ഓൾറെഡി മൂഞ്ചിട്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ വൃത്തിക്ക് അവന്മാർ ഇപ്പോൾ മൂഞ്ചിച്ചിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കിയിട്ടും ഒരൊറ്റ സൊല്യൂഷനേ കണ്ടുള്ളൂ: സ്ക്വാഡ് മാറ്റുക എന്നുള്ളത്. നമ്മുടെ ഫോർമേഷൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫൻസിൽ ഒരു പരിധി വരെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. ഡിഫൻസിലുപരി അറ്റാക്ക് പെർഫെക്റ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഗോൾസിൻ്റെ എണ്ണം കൂടുതൽ ആവുന്നതുകൊണ്ട് ലോസ് വളരെയധികം കുറയുന്നുണ്ട്. കാരണം 4-2-2 എന്ന് പറഞ്ഞ ഫോർമേഷനാണ് ഞാൻ എത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനെന്നല്ല, ഒരുപാട് യൂസേഴ്സ് അതാ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നറിയാം. അപ്പോൾ ആ ഒരു ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് 26 അപ്ഡേറ്റിൽ ഞാൻ കളിച്ച ടൈമിൽ എനിക്ക് ഏകദേശം 12 ലോസാണ് ഡിവിഷൻ 3-ൽ വന്നത്. ഓക്കെ, ഓർക്കണം, ഡിവിഷൻ 3-ൽ 12 ലോസ് വന്നു. സോ ആ ഒരു ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് ഇരുന്ന് ഒരു പെർഫെക്റ്റ് ഫോർമേഷനും അതിന് പക്കയായിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനെയും പ്ലേ സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. സോ ആ ഒരു കാര്യമാണെന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതായത് പ്രോപ്പറായിട്ട് എങ്ങനെ ഫോർമേഷൻ സെറ്റ് ചെയ്യാം, അതിൽ ഏതൊക്കെ ആട്രിബ്യൂട്ടുള്ള പ്ലേയേഴ്സ് ചൂസ് ചെയ്യണം, എന്തൊക്കെ സ്കിൽസ് പ്ലേയേഴ്സിന് വേണം, ഏതൊക്കെ പ്ലേ സ്റ്റൈൽസ് വേണം ആ പൊസിഷനിൽ, എന്നീ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. സോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും, അത് ക്ഷമിക്കുക. കാരണം ഈ ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. സോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതേ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ 4-3-1-2 ആണ്. പണ്ടോട്ട് കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഫോർമേഷനാണ്, പക്ക സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിന് തന്നെ നമ്മൾ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വരുത്തിയൊരു വെർഷനാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റ് സാധനമാണ്. അപ്പോൾ നമുക്കിതിക്ക് ഇനി ഏതൊക്കെ പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കീപ്പർ എന്നാണ് തുടങ്ങുന്നത്. കീപ്പറായിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന കാർഡാണ് ഫ്രീ കാസിയസ്. ബഗ് കാർഡാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ക കാർഡാണ്, ഒന്നും പറയാനില്ല. കറക്റ്റ് ആട്രിബ്യൂട്ട്, ഐ മീൻ ആട്രിബ്യൂട്ട്സ് ഇയാൾ കുറച്ച് വീക്കാണെങ്കിൽ പോലും പെർഫോമൻസ് കറക്റ്റ് തരുന്ന സാധനമാണ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത് സി ബിയിൽ ഒന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാർഡാണ് കണ്ണമാരം. അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസ്ട്രോയറും ഒരു ബിൽഡപ്പുമാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ണമാരം ഡിസ്ട്രോയറാണ്. പിന്നെ ആട്രിബ്യൂട്ട് അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്, എല്ലാതും ഒരു 90+ ഉള്ള ഒരു ഡിസ്ട്രോയറിനെ വെക്കുക. പിന്നെ ഡിസ്ട്രോയറിനെ വെക്കുന്ന ടൈമിൽ മാക്സിമം സ്പീഡുള്ള ഡിസ്ട്രോയർ വെക്കുക. ഓക്കെ, സ്പീഡുള്ളത് ഡിസ്ട്രോയറിന് എപ്പോഴും നല്ല, കാരണം റുമ്മി അല്ലെങ്കിൽ ഏറ്റവും അതുപോലത്തെ പ്ലേയേഴ്സിനൊക്കെ പിടിക്കാൻ സ്പീഡ് അത്യാവശ്യം വേണം. അത് ബിൽഡപ്പ് ആണെങ്കിലും ഈ ഡിസ്ട്രോയർ ആണെന്നുണ്ടെങ്കിലും സ്പീഡുള്ളത് നല്ല അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ ഫിസിക്ക് ഇത് എല്ലാവരും ആൾക്ക് നോർമലി ഉണ്ടാവുന്നതാണ്. ഇനി സ്കിൽസിൻ്റെ കാര്യം, സ്കിൽസിൽ നമുക്ക് മിനിമം ഉള്ളൊരു 7 സ്കിൽസാണ്. ഹെഡിങ്, മാൻ മാർക്കിങ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, ഏരിയൽ സുപ്പീരിയോറിറ്റി, സ്ലൈഡിങ് ടാക്കിൾ, അക്രോബാറ്റിക് ക്ലിയറൻസ്. ഈ കണ്ട സാധനം ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊക്കെ ഇയാൾക്ക് വരുന്നുണ്ട്. പെർഫെക്റ്റ് കാർഡാണ്. പിന്നെ വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അത്രയും പക്ക കാർഡാണ് കണ്ണവാരം. പിന്നെ കണ്ണവാരം ഒരുപാട് ആൾക്കാർ പെടുത്തിട്ടുണ്ടാവും എന്നറിയാം. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ബിൽഡപ്പാണ്. ബിൽഡപ്പ് ഞാൻ ചൂസ് ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് കാർഡ് ഉണ്ടെങ്കിലും ചൂസ് ചെയ്യുന്നത് ഒരു ഫ്രീ കാർഡാണ്. നല്ല പെർഫോമൻസ് തരുന്ന കാർഡാണ്. ഇതാ ഡിലിക്റ്റിൻ്റെ ഈ ഒരു കാർഡ് പക്ക കാർഡാണ്, ഒന്നും പറയാനില്ല. ബിൽഡപ്പ് ഇതുണ്ട്. ലോങ് ബാൾ എക്സ്പെർട്ട്, അത്യാവശ്യം നമ്മൾ ലോങ് ബാൾ കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ആട്രിബ്യൂട്ട് ഒക്കെ കാണാൻ എല്ലാതും 90+ ഉണ്ട്, ഐ മീൻ നോർമലി ഉണ്ട്. പിന്നെ മാനേജർ അതിൻ്റെ ഒരു ബൂസ്റ്റ് കൂടി ഉണ്ട്. സ്പീഡ് കുറച്ച് കുറവാണ്, കാരണം 75 ഉള്ളൂ. ഒരു MBൻ്റെ മേലെ ഉണ്ടെങ്കിൽ പക്ക. പക്ഷെ എനിക്കിത് കുറച്ചുകൂടി ഡിഫൻസാണ് ഞാൻ നോക്കുന്നത് സ്പീഡിനെക്കാട്ടി, അതുകൊണ്ടാണ് 75 വെച്ചിരിക്കുന്നത്. പിന്നെ ഫിസിക്ക് ഇത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാണ്. പിന്നെ നമുക്ക് സ്കിൽസ് ഈ പറയുന്ന പോലെ എല്ലാ സ്കിൽസും ആൾക്കുണ്ട്. പക്ക ഹെഡിങ് ഉണ്ട്, മാൻ മാർക്കിങ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, ഏരിയൽ സുപ്പീരിയോറിറ്റി, അക്രോബാറ്റിക് ക്ലിയറൻസ്, ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഒരു സ്കില്ല് മിസ്സിങ് ആണ്, അപ്പോൾ അത് നമ്മൾ കൊടുക്കും. സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഒരു കുറവുണ്ട്, പക്ഷേ പക്ക കാർഡാണ്. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്നത് റൈറ്റ് ബാക്ക് ആയിട്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു കാർഡാണ് കൊസ്റ്റക്കോട്ടനെ റൈറ്റ് ബാക്ക് ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് റൈറ്റ് ബാക്ക് ഒരു ഡിഫെൻസീവ് ആൾ വേണം. സോ ആൾ ആട്രിബ്യൂട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, പക്ക കാർഡാണ്. എല്ലാവർക്കും അറിയാം. ഇത് ആൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സ്കില്ലും ഉണ്ട്. ഹെഡിങ്, മാൻ മാർക്കിംഗ്, ഇന്റർസെപ്ഷൻ, ബ്ലോക്കർ, സ്ലൈഡിങ് ടാക്കിൾ, അക്രോബാറ്റിക് ക്ലിയറൻസ്, ഇത്രയും സാധനങ്ങൾ ആൾക്കുണ്ട്. ഇതില്ലാത്തവർ, ഐ മീൻ ഈ ഒരു കാർഡ് ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പകരം ചില ടൈമിൽ, ഇപ്പോൾ ഇയാൾ ഫോം ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ്. എവിടെ ഒരു കുണ്ടേൻ്റെ ഒരു കാർഡ്, ഇതാ ഈ ഒരു സാധനം 224 മാച്ച് കളിച്ചിരിക്കുന്നു. പക്ക കാർഡാണ്. അതേ സെയിം സ്കിൽസ് ഇയാൾക്കും ഉണ്ട്. ഹെഡിങ്, മാൻ മാർക്കിങ് എല്ലാം ഉണ്ട്. പക്ക കാർഡ്, അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സും ഉണ്ട്. ഇതിക്ക് ടീം കിട്ടുകഴിഞ്ഞാൽ എല്ലാം 90+ വരുന്നുണ്ട്. പിന്നെ ഒരു ലെഫ്റ്റ് ബാക്കാണ്, റൈറ്റ് ബാക്കാണ്, സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക കാർഡാണ്. അപ്പോൾ കൊസ്റ്റക്കോട്ട ഒരുപാട് ആളെയൊക്കെ ഉണ്ടാവും, എന്നാലും പുതിയ തുടങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലാത്തവരെന്ത് ചെയ്യുക, ഈ ഒരു കുണ്ടേൻ്റെ കാർഡ് ചൂസ് ചെയ്യുക.
ഇനി ലെഫ്റ്റ് ബാക്കിൽ ഞാൻ ഒരു മിനിറ്റ് പൊസിഷനിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് അതായിരിക്കും ബെറ്റർ. ലെഫ്റ്റ് ബാക്കിൽ ഞാൻ ചൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ഫുൾ ബാക്ക് ഫിനിഷർ. നിങ്ങളതിൽ ഏതാണോ കാർഡ് അത് ചൂസ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ഹെർണാണ്ടസിൻ്റെ കാർഡാണ്. അപ്പോൾ കുറച്ചായിട്ടേ കളിപ്പിക്കുന്നുള്ളൂ, പക്ഷേ നല്ല കാർഡാണ്, പക്കയായിട്ട് നിന്നിട്ടുണ്ട്. പാസിംഗ് ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള പാസിംഗാണ്. സ്റ്റാച്ചിലൊന്നും ഇല്ലെങ്കിലും പാസിങ്ങും കാര്യങ്ങളൊക്കെ പക്കയായിട്ടുള്ള കാർഡാണ്. സ്കിൽസും ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല, ബട്ട് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന കാർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളിടുന്നത്. നിങ്ങളൊരു ഫുൾ ബാക്ക് ഫിനിഷറിനെ ഇടുക. ഒഫൻസീവ് ഫുൾ ബാക്ക് ഇടരുത്, ഫുൾ ബാക്ക് ഫിനിഷർ പ്രത്യേകം നോക്കുക. ഇനി നമ്മൾ നോക്കുന്നത് 3 DMF ആയിട്ടാണ് വരുന്നത്. അതിൽ ഒരു ആങ്കർമാൻ മസ്റ്റാണ്. ഇപ്പം എൻ്റെ അത്യാവശ്യം ഒരുപാട് ആങ്കർമാൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് തരുന്നത് ഇയാളാണ്, കാസമീറോക്ക് പകരം നല്ലപോലെ യൂസ് ചെയ്യുന്ന, ഞാൻ സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് ചൗമീൻ അത്യാവശ്യം വൃത്തിക്ക് കളിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഒന്നെങ്കിൽ ആളെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഫ്രീ ആങ്കർമാൻ. ചൗമിൻ്റെ ഒരുപാട് ആളായ ചൗമീൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാളെ സ്റ്റാച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ എല്ലാം 90+ ഉണ്ട്, വൃത്തിക്കുണ്ട്. പിന്നെ ആൾക്കും അത്യാവശ്യം 73 സ്പീഡ് ഫിസിക്കും ഒക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാസിങ് കുറവാണ്, ബട്ട് കാരണം ഇയാളുടെ ആങ്കർമാൻ നമുക്ക് ബാക്കിലാണ് കളിപ്പിക്കുന്നത്. ഇന്റർസെപ്ഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്, പെർഫെക്റ്റ് കാർഡാണ്. ഇനി നമ്മൾ നോക്കുന്നത്, ഇനിയാണ് നമുക്ക് പാസേഴ്സിൻ്റെ ആവശ്യം. പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ഒരു 50 രൂപ കൊടുത്ത് മേടിച്ചൊരു ഗാഡിയോള. പെർഫെക്റ്റ് ആണ്, പക്കാ കാർഡാണ്. പാസിങ്ങിൻ്റെ കാര്യത്തിൽ ഇയാളെ കഴിഞ്ഞിട്ടുള്ളൂ. സ്റ്റാറ്റ്സിൽ അത്യാവശ്യം കുറവാണ്, 92 ഉള്ളൂ, ബട്ട് പെർഫെക്റ്റ് സാധനങ്ങളാണ്. ഒരുമാതിരി മാജിക്കൽ പാസ്സൊക്കെയാണ് ആൾ തരുന്നത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആട്രിബ്യൂട്ട്സ് ആണ്. പിന്നെ സ്കില്ലിൽ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്കില്ലും ഉണ്ട്. 1 ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസ് ഉണ്ട്, വെയിൻഡ് പാസ് ഉണ്ട്, ലോ ലെഫ്റ്റഡ് പാസ് ഉണ്ട്, എല്ലാ പാസിങ്ങിൻ്റെ എല്ലാ സ്കിൽസും ഉണ്ട്, ഇന്റർസെപ്ഷനും ഉണ്ട്. ഇതാണ് നമുക്ക് മെയിനായിട്ട് നോക്കുന്നത്. ഒരു പാസിംഗ് ഉള്ള ഇയാൾ ഓർക്കസ്ട്രേറ്ററിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആളെ ഈ ഒരു ഭാഗത്ത് DMF ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു ബോക്സ് ടു ബോക്സ് ആണ്. ബോക്സ് ടു ബോക്സ് ആയിട്ട് 2 കാർഡ്സാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഈ ഒരു കാൻഡെ പക്ക കാർഡാണ്, എല്ലാവരും അതിലും ഉണ്ടാവും, ഫ്രീ കാർഡാണ്. അതല്ലാതെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ഒരു എൻസോ ഫെർണാണ്ടസിൻ്റെ ഈ ഒരു പഴയ കാർഡാണ്. അത്യാവശ്യം നൈസ് കാർഡാണ്. പാസിംഗ് ആണ് ഇയാളെ മെയിൻ. പാസിംഗ് പെർഫെക്റ്റ് ആണ്. ഡിഫൻസ് കുഴപ്പമില്ല, പക്ഷെ പാസിംഗ് പെർഫെക്റ്റ് ആണ്. സ്പീഡ് ഉണ്ട്, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കയറും ആള്. അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളും ഇതാ 1 ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസ് ഉണ്ട്, വെയിൻഡ് പാസ് ഉണ്ട്, ലോ ലെഫ്റ്റഡ് പാസ് ഉണ്ട്. പാസിങ്ങിൻ്റെ ഈ സ്കിൽസ് ഉണ്ടോ എന്ന് മസ്റ്റായിട്ട് നോക്കുക. പിന്നെ അത്യാവശ്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ മാൻ മാർക്കിങ്, ഇന്റർസെപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു DMF ആയതുകൊണ്ട് തന്നെ അതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കാർഡ് നമ്മൾ വേറെ DMF ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് അറ്റാക്കിംഗ് മിഡ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹോൾ പ്ലെയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഹോൾ പ്ലെയർ ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബെല്ലിംഗാമിനെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ കെവിൻ ഡിബ്രോയിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കിടിലൻ കാർഡാണ്. ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ. എൻ്റെ കയ്യിൽ ഒരു ഗ്രീസ്മാൻ കിടക്കുന്നുണ്ട്, നൈസ് കാർഡാണ്. ഇയാളെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്, ഈ ഒരു പാക്ക് കാർഡ്. അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഹോൾ പ്ലെയർ ആണ്, ഓർക്കുക ഹോൾ പ്ലെയർ തന്നെ വേണം. പിന്നെ നമുക്ക് അത്യാവശ്യം പാസിങ് കാര്യങ്ങളും ഉണ്ട്. ഹോൾ പ്ലെയർ ആവുകൊണ്ട് നമുക്ക് എല്ലാ പൊസിഷനിലും ആളെ കിട്ടും. അതുകൊണ്ട് പക്ക സാധനമാണ്. ഓക്കെ. പിന്നെ സ്പീഡും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഡബിൾ ടച്ച് ഈ ഒരാൾക്ക് മസ്റ്റാണ് കേട്ടോ. ഡബിൾ ടച്ച് ഉള്ള ഒരു ഹോൾ പ്ലെയറിനെ തന്നെ ഇറക്കുക. കാരണം ഭൂരിഭാഗം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഡബിൾ ടച്ച് ഉണ്ടാവും, ബെല്ലിംഗാമിനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ പാസിങ് നോക്കി കഴിഞ്ഞാൽ 1 ടച്ച് പാസ് ഉണ്ട്, ത്രൂ പാസ് ഉണ്ട്. ത്രൂ പാസ് ആണ് മെയിൻ. 1 ടച്ച് പാസ് ഒന്നും ഇല്ലെങ്കിലും ത്രൂ പാസ് മെയിനായിട്ട് കൊടുക്കുക. നോ ലുക്ക് പാസ് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഡബിൾ ടച്ച്, കുറച്ച് പാസിങ്ങിൻ്റെ സ്കിൽസ്, ത്രൂ പാസിങ്ങും നോ ലുക്ക് പാസും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഇനി നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് സ്ട്രൈക്കറിൻ്റെ കാര്യം വരുമ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് കാർഡ് ഇരിക്കുന്നുണ്ട്. അതിൽ ഞാൻ മെയിനായിട്ട് ചൂസ് ചെയ്യുന്ന 2 കാർഡാണ്. ഒന്ന് സാമുവൽ എറ്റോ, ഒന്നും പറയണ്ട, എല്ലാവർക്കും അറിയാം, പക്കാ കാർഡാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ആട്രിബ്യൂട്ട്, അതായത് അത്യാവശ്യം ഒരു 91+ ഫിനിഷ്, 91 മതി. 91 അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ നല്ലത്. 91 മതി. 91 മേലേക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പിന്നെ സ്പീഡ്, ഇതാണ് നോക്കേണ്ടത്. സ്പീഡും ആക്സലറേഷൻ ഒരു 96ൻ്റെ സ്പീഡും ഒരു 97+ ആക്സലറേഷനുള്ള കാർഡാണ് വേണ്ടത്. കാരണം നിങ്ങൾ ആ ഒരു ഗെയിം പ്ലേയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പക്കയായിട്ട് ഒരു റൺ ചെയ്ത് കയറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇയാൾക്ക് ഫിസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ക സ്പീഡ് കൊണ്ട് മാത്രം, സ്പീഡും ബാലൻസും ആക്സലറേഷനും. പിന്നെ ഡബിൾ ടച്ച് വേണം, സ്ട്രൈക്കറാണ്, ഡബിൾ ടച്ച് വേണം. പിന്നെ അത്യാവശ്യം ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസാണ്, ഇയാൾക്ക് അത് കൊടുക്കുന്നുണ്ട്. ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്. പിന്നെ 1 ടച്ച് പാസ്, അത് വെറുതെ കൊടുത്തിരിക്കുന്നതാണ്, അത് മാറ്റണം, ക്ലിയർ ആക്കാണ്ട് കാർഡ് കുറച്ച്. പിന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് വേറൊരു കാർഡുണ്ട്, വേറൊരു നൈസ് കാർഡുണ്ട്. എവിടെ, ഒരു മിനിറ്റ്. ആളെ പകരം ഏറ്റവും ഭാരങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കാർഡാണ് ഈ ഫ്രീ മൈക്ലോവൻ. പക്ക സാധനം. 90 സ്പീഡ് 93 സ്പീഡേ കാണിക്കുന്നുള്ളൂ,
പക്ഷെ പെർഫോമൻസിലായാലും നല്ല വൃത്തിക്ക് കയറി വരുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഹാഫ് ചില ടൈമിൽ ഏറ്റവും ഫോം ഇല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കാർഡാണ്. പക്ക സാധനമാണ്. ഇയാൾ അത്യാവശ്യം നല്ല ഹെവിയാണ്. പിന്നെ ഇയാൾക്ക് ഡബിൾ ടച്ച് കൊടുക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ കൊടുത്ത് വെച്ചിരിക്കുന്നത് ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും റൈസിങ് ഷോട്ടൊക്കെ ഉണ്ട്. അവിടെ പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുന്ന കാർഡാണ്. പക്ഷേ ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ഞാൻ തപ്പിയാണെന്ന്. രണ്ടാമത് ഞാൻ ചൂസ് ചെയ്യുന്നതാണ് കിങ് ഖാൽ റൊമനിക്. അറിയാലോ, ഡെഡ്ലി കാർഡാണ്. ആൾ ഏതെങ്കിലും ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ക, അത് ഏതോ ആയിക്കോട്ടെ, ലെജൻഡ് ആണെങ്കിലും ഐക്കൺ ആണെങ്കിലും ഒക്കെ. കണ്ടോ 91 ഫിനിഷിങ്. ഞാൻ സ്പീഡാണെങ്കിലും കുറച്ച് ആട്രിബ്യൂട്ട് ഇത് കയറ്റി വെച്ചിരിക്കുകയാണ് കസ്റ്റം ചെയ്തിട്ട്. ഇയാൾ ഇത്ര സ്പീഡൊന്നും ഇല്ല. അപ്പോൾ സ്പീഡ് നമ്മൾ കുറച്ച് കയറ്റി വെച്ചിരിക്കുന്നത് 92. ആക്സിലറേഷൻ അല്ല, പക്ഷേ സ്പീഡ് ഉണ്ട്. സ്പീഡിൽ ആൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് കയറിപ്പോവും. പിന്നെ സ്റ്റാമിന കുറവാണ്. ഡബിൾ ടച്ച് ഉണ്ട്, റൈസിങ് ഷോട്ട് ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാസിംഗ് ഉണ്ട്. 1 ടച്ച് പാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ഉത്താൻ വേണ്ടി ഒരു ഏരിയൽ സുപ്പീരിയറിറ്റി. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇയാൾക്ക് പകരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാർഡ് എന്ന് പറയുമ്പോൾ ഡേവിഡ് വിയ. ഈ കാർഡ് നൈസ് കാർഡാണ്. ഡേവിഡ് വിയൻ്റെ പക്ക കാർഡാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വേറൊരു കാർഡാണ് ഈ ഒരു എംബാപ്പയുടെ കാർഡ്. ഇത് അത്യാവശ്യം നല്ല സ്പീഡി ആയിട്ടുള്ള കാർഡാണ്. സ്പീഡ് കണ്ടാൽ മനസ്സിലാവും. 91 ടീമിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 95 കിട്ടും. അപ്പോൾ ഡബിൾ ടച്ച് ഉണ്ട് ആൾക്ക്. പിന്നെ അത്യാവശ്യം പെർഫെക്റ്റ് കാർഡാണ്. ലോങ് റേഞ്ച് ഷൂട്ടിങ് ഇയാൾക്കും കൊടുത്തിരിക്കുന്നത്. പെർഫെക്റ്റ് കാർഡാണ് ആളുടെ. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് ഈ എംബാപ്പനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ലോനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഡേവിഡിനെ ചൂസ് ചെയ്യാം. പിന്നെ ഇയാൾ അത്യാവശ്യം നൈസാണ്, ഇട്ട് കളിക്കാനൊക്കെ പറ്റും. ബട്ട് കുറച്ചുകൂടി സ്പീഡി ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇയാൾ കുഴപ്പമില്ല. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നപ്പോൾ ഈ മൂന്നാളാണ്: ഡേവിഡ് വിയ, മൈക്ലോവൻ, എംബാപ്പെ. പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ സ്കോഡ് നമുക്ക് അത്യാവശ്യം പക്കയായിട്ടുണ്ട്. ഇനി നമുക്ക് സബ് ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ സബിൽ ഞാൻ എൻ്റെ മെയിൻ സ്കോഡ് സ്വിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഞാൻ മെയിൻ സ്കോഡായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോഡ്. അപ്പോൾ നമ്മളിതാ പെർഫെക്റ്റ് ആയിട്ട് ഒരു മൈക്ലോ, ഞാൻ പറഞ്ഞില്ല, മൈക്ലോനെ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേവിഡ് വിയ. ഇതൊരു ആഗ്രഹത്തിന് പുറത്ത് ഇടയ്ക്ക് ഈ ബ്ലിറ്റ്സ് അടിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുമ്പോൾ മാത്രം ഇറക്കാൻ വെച്ചിരിക്കുന്നത് ഡേവിഡ് വിയാണ്, അല്ലെങ്കിൽ ഫോമില്ലാത്തിരിക്കുന്ന ടൈമിൽ. പിന്നെ നമ്മൾ ഹോൾ പ്ലെയറിന് പകരമായിട്ട് ബെല്ലിംഗാമിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇയാൾ ഓർക്കസ്ട്രേറ്ററാണ്. ഓർക്കസ്ട്രേറ്റർ നല്ല പാസിംഗ് ഉള്ള ഒരു കാർഡ്. പിന്നെ ആങ്കർമാൻ, 2 ആങ്കർമാൻ വെച്ചിട്ടുണ്ട്. കാരണം കൺഫ്യൂഷനാണ് ആരുടെ ഇറക്കുന്നുള്ളത്. ആട്രിബ്യൂട്ടൊക്കെ നോക്കിയപ്പോൾ സെയിം പക്ക സാധനങ്ങളാണ്. സ്കിൽസ് എല്ലാം കറക്റ്റാണ്. പിന്നെ അതുകൊണ്ട് സംശയം കൊണ്ട് 2 ആളെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഒരു DMF. ഇത് നമ്മളെ ബോക്സ് ടു ബോക്സ് കാൻഡേ മർലെ. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാർഡിൽ ഒന്നാണ് കാൻഡേ. പിന്നെ നമ്മളെ വാൻഡേക്ക് വെച്ചിട്ടുണ്ട്. ഇത് പാക്ക് വാൻഡേക്കാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. വാൻഡേക്കിൻ്റെ ഒരു പ്ലെയർ ഓഫ് ദ വീക്കോ അങ്ങനെ എന്തെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഉള്ളതാണ് റൂബൻ ഡിയാസ്. ഇയാൾ ഡിസ്ട്രോയറിന് പകരം. പിന്നെ അത്യാവശ്യം നല്ല കളിപ്പിച്ച ഒരു ഫ്രീ നോമിനേറ്റിംഗ് കാർഡാണ്. ഈ കാർഡ് ഉണ്ടെങ്കിൽ പക്കയാണ്. പക്ഷെ ഇപ്പോൾ കണ്ണവാരുള്ളതുകൊണ്ട് മാത്രം ഇയാളെ ഇറക്കാത്തതാണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് കാർഡാണ്. പിന്നെ ഉള്ളത് റൈറ്റ് ബാക്ക് നമ്മൾ കുണ്ടേ. പിന്നെ ഇതും അതേപോലെ ഒരു ആഗ്രഹത്തിന് വെച്ചിരിക്കുന്ന കാർഡാണ്. ലിയോണൽ മെസ്സിയുടെ ഒരു കാർഡ്. ചില സമയത്ത് നമുക്ക് GF ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾ അത്യാവശ്യം സ്പീഡി ആയതുകൊണ്ട് നമുക്ക് കയറിപ്പോയി അടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലെവലിലാണ് സ്കോഡ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിന് കൊടുക്കേണ്ട പക്ക ഇൻഡിവിജ്വൽ വെക്കാം. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 3 കാര്യങ്ങളാണ്. ആങ്കറിങ്ങിൽ ഗ്രീസ്മാൻ എന്നല്ല, നമ്മൾ അറ്റാക്കിംഗ് മിഡ് ആരാണ് ആൾ കൊടുക്കുക. പിന്നെ ഒരു ആങ്കറിങ്. പിന്നെ ആങ്കറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സ്ട്രൈക്കർ, റൈറ്റ് സൈഡിലത്തെ സ്ട്രൈക്കറിന് നമ്മൾ വീണ്ടും ആങ്കറിങ് കൊടുക്കുക. കൗണ്ടർ ടാർഗറ്റിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്ട്രൈക്കറിനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഏറ്റവും ലെഫ്റ്റിലും റൂമിന് റൈറ്റിലുമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം തന്നെ നോക്കുക. ഈ ഗ്രാഫ് ഇതാ ഒന്നുകൂടെ കാണിച്ചു തരാം. പക്കയാണ്. പിന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ മാനേജർ നേരത്തെ പറഞ്ഞ പോലെ നല്ല മാനേജർ. LBC ആണ് ഇതിന് കുറച്ചുകൂടി പെർഫെക്റ്റ്. ലോങ് ബോളും നൈസാണ്. ബട്ട് ക്യൂക്കൗണ്ടർ കുഴപ്പമില്ല, അത്യാവശ്യം നിൽക്കുകയൊക്കെ ചെയ്യും. ബട്ട് LBC ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കിട്ടും. പിന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കാര്യങ്ങളായിട്ട് മെയിനായിട്ട് പറയാനുള്ളത്. ഈ സ്കിൽസും ഈ പറഞ്ഞ ആട്രിബ്യൂട്ട്സും നോക്കുക. അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നൈസാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ പാസിങ്ങും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കുക. ഇയാളെ നമ്മളെ ഓർക്കസ്ട്രേറ്റർ നമുക്ക് ഫ്രണ്ടിൽ കയറി വരുന്നൊരു കാർഡാണ്. അത്യാവശ്യം നല്ല കയറി വരും. പിന്നെ ബോക്സ് ടു ബോക്സും കയറി വരും. അപ്പോൾ ഈ 2 കാർഡുകളായിരിക്കും മെയിനായിട്ട് പാസിങ്ങിന് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് പാസിങ്ങിൻ്റെ സ്കിൽസ് കൊടുക്കുക, പെർഫെക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ പറയാൻ. അപ്പോൾ സ്കോഡ് ബിൽഡിംഗ് പക്കയാണ്. പിന്നെ ഗെയിം പ്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമ്മൾ ലൈവ് ഉണ്ട് ഇനി അങ്ങോട്ട് ഡെയിലി. സോ ലൈവ് കാണാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ഇന്ന് രാത്രി ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ സീ യു സൂൺ.